സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിലാണ് തീരുമാനം. ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ കഴിയുന്നയാളാണ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി എന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് 79-കാരനായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി. അതിനിടെ NDA പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനെ ഔദ്യോഗികമായി അവതരിപ്പിച്ചു. പ്രതിപക്ഷവും CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, പ്രതിപക്ഷ സഖ്യത്തിന് തമിഴ്നാട്ടിൽ നിന്നൊരു സ്ഥാനാർത്ഥി എന്നായിരുന്നു കേട്ടത്. DMK അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അത് ഏറെക്കുറെ കോൺഗ്രസ് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു എന്നായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ വന്ന റിപ്പോർട്ടുകൾ. എങ്ങനെയാണ് അപ്രതീക്ഷിതമായി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയിലേക്ക് എത്തിയത്? അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന യോഗത്തിലും ഉയർന്നു വന്ന ഒരു പ്രധാന പേര് എന്നുള്ളത് M അണ്ണാദുരൈയുടെ പേര് തന്നെയായിരുന്നു. മുൻ ISRO ശാസ്ത്രജ്ഞനാണ്. രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കോയമ്പത്തൂർ സ്വദേശി. ചെറിയ സാങ്കേതിക തകരാറുണ്ട്, അത് വേഗം പരിഹരിച്ച് നമ്മൾ ബൽറാമിലേക്ക് തന്നെ വരും. ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്നലെ ഉയർന്നു വന്ന പേരുകളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ചില പേരുകളായിരുന്നു ഇന്നലെ ഉയർന്നു വന്നത്. അതിൽ പൊതുസമ്മത സ്ഥാനാർത്ഥി എന്ന നിലയിലൊക്കെയുള്ള ചില പേരുകളും വന്നിരുന്നു. തിരുച്ചി ശിവയുടെ പേര് ഒരു ഘട്ടത്തിൽ DMK മുന്നോട്ട് വെച്ചു, കോൺഗ്രസ് അംഗീകരിച്ചു. പിന്നീട് പൊതുസമ്മത സ്ഥാനാർത്ഥി വരട്ടെ എന്ന നിർദ്ദേശം വന്നു. അപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് ചില പേരുകൾ ഉയർന്നു വന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ ഇന്ന് അവതരിപ്പിക്കുകയായിരുന്നു. എന്താണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞതെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം, അതിനുശേഷം ബൽറാമിലേക്ക് വരാം. The opposition parties have nominated Sri B. Sudarshan Reddy Garu as their joint candidate since he reflects fully and values that saved our country's freedom movement. This vice presidential contest is an ideological battle. It is not just a battle, it is an ideological battle, and all the opposition party agreed on this. That's why we are contesting unitedly. യെസ്, ബൽറാം തുടരുന്നുണ്ട്. ബൽറാം, എങ്ങനെയാണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയിലേക്ക് പ്രതിപക്ഷ സഖ്യം എത്തിയത് എന്നാണ് ബൽറാം വിശദീകരിച്ചു വന്നത്. തുടരാം. വിജയകുമാർ, ഇന്ത്യ സഖ്യത്തിൽ പൊതുവെ അണ്ണാദുരൈയുടെ പേരിലേക്ക് ഏതാണ്ട് ധാരണയിലെത്തിയിരുന്നുവെങ്കിൽ അണ്ണാദുരൈ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് സമ്മതം മൂളിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒടുവിൽ ഒഴിവാക്കാൻ കാരണമായി അറിയുന്നത്. DMK വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് ഇക്കാര്യം നമുക്ക് ഇത്തരത്തിലുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചത്. അതേസമയം തുടർന്നാണ് പിന്നീട് രാഷ്ട്രീയതരമായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം എന്നുള്ള ഒരു നിർദ്ദേശം ഇന്ത്യ സഖ്യത്തിൽ പൊതുവെ ഉണ്ടായിരുന്നു. തുടർന്നാണ് രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന നിയമവിദഗ്ധരിൽ ഒരാളായ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് കൂടിയായ ബി സുദർശൻ റെഡ്ഡിയുടെ പേരിലേക്ക് എത്തുന്നത്. അദ്ദേഹം നേരത്തെ ഗുവാഹട്ടി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. തുടർന്നാണ് സുപ്രീം കോടതി ജഡ്ജി ആയത്. സുപ്രീം കോടതിയിൽ നിന്നും 2011 വിരമിച്ച ശേഷം പിന്നീട് ഗോവയിലെ ആദ്യത്തെ ലോകായുക്തയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ലോകായുക്ത സ്ഥാനത്തു നിന്നും അദ്ദേഹം സ്വയം വിരമിക്കുകയായിരുന്നു. തുടർന്ന് നിയമമേഖലയിൽ അടക്കം അദ്ദേഹം നൽകിയ സംഭാവനകൾ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയത്. കോൺഗ്രസിൻ്റെ നിർദ്ദേശമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. തുടർന്ന് ഇന്ത്യ സഖ്യത്തിൽ പൊതുവെ ആ പേരിലേക്ക് ഒരു അന്തിമ ധാരണയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്ന് ഏറ്റവും ഒടുവിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ അല്പസമയം മുമ്പ് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ജസ്റ്റിസ് ബി
സുദർശൻ റെഡ്ഡിയുടെ പേരിലേക്ക് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും തുടർന്ന് ഇന്ത്യ സഖ്യം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മല്ലികാർജുൻ ഖാർഗെ തന്നെ ആ പേര് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. 21-ന് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക്. CP രാധാകൃഷ്ണൻ എന്ന ഒരു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു നേതാവ്, നിലവിൽ മഹാരാഷ്ട്ര ഗവർണർ, അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി NDA തീരുമാനിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടത് എന്ന ഒരു പൊതുധാരണ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തുഷാർ ഗാന്ധിയുടെ പേര് NCP ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ പരിഗണന നേരത്തെ അണ്ണാദുരൈക്കും ഒടുവിൽ ബി സുദർശൻ റെഡ്ഡിയുടെ പേരിനും ലഭിച്ചിരിക്കുന്നത്. 21-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തന്നെ ഈ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയുടെ പേര് അംഗീകരിക്കുകയായിരുന്നു. അദ്ദേഹം നിയമമേഖലയിൽ നൽകിയ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, ഒപ്പം തന്നെ ഒരു ജസ്റ്റിസ് സുപ്രീം കോടതി ജഡ്ജി എന്ന നിലയിൽ അദ്ദേഹത്തിന് മികച്ച പ്രതിച്ഛായയുള്ള ഒരു വ്യക്തി, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കാൻ കാരണമായി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അല്പസമയം മുമ്പ് സമാപിച്ച യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നേതാക്കൾ ഇപ്പോൾ ഈ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിന് ശേഷം പിന്നീട് നേതാക്കൾ ഇവിടെ തുടരുകയാണ്. എന്തായാലും ഈ ഒരു പേര് അത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു നേതാവിനെ തന്നെ ഉയർത്തിക്കാണിക്കണം എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്.